എല്ലാവർക്കും നമസ്കാരം. ഗുഡ് സമർ ഇൻ മൈ ലൈഫ് എപ്പിസോഡ് 10 എല്ലാവർക്കും സ്വാഗതം. ഞാൻ പ്രതിപാദിക്കുന്നത് എനിക്ക് റോട്ടിൽ വെച്ചുണ്ടായ ഒരു അനുഭവമാണ്. ഇവിടെ ഓസ്ട്രേലിയയിൽ വെച്ചുണ്ടായതാണ്. അപ്പോൾ നമ്മളിങ്ങനെ റെഡ് ലൈറ്റിൽ കിടക്കുവാണ്. അപ്പോൾ റെഡ് ലൈറ്റിൽ ഒരു 3-4 വണ്ടികൾ മുമ്പിലുണ്ട്. അപ്പോൾ നമ്മൾ വണ്ടി റെഡ് ലൈറ്റ് കഴിഞ്ഞു, ഗ്രീനായി. അപ്പോൾ വണ്ടി സ്റ്റാർട്ട് ചെയ്തപ്പോൾ വണ്ടി സ്റ്റാർട്ടാകുന്നില്ല. അപ്പോൾ ഞാൻ ഓർത്തു 2-3 ട്രൈ ആകുമ്പോഴത്തേനും അങ്ങനെ സംഭവിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് രണ്ട് ട്രൈ ചെയ്യുമ്പോൾ തന്നെ ആയിക്കോളൂ എന്ന് വെച്ച് ഞാൻ പിന്നെ ട്രൈ ചെയ്യുവാണ്. പക്ഷെ പെട്ടെന്ന് അതിന് ഹസാർഡ് ലൈറ്റ് ഇടണം എന്നുള്ളൊരു ചിന്ത പോയില്ല. അപ്പോൾ ഞാൻ കുറച്ച് നേരം ട്രൈ ചെയ്തു പോകാനായിട്ട്, സ്റ്റാർട്ട് ചെയ്യാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ആണ് പിന്നെ ഞാൻ ഹസാർഡ് ലൈറ്റ് ഇടുന്നത്. അപ്പോൾ പുറകിലിരുന്നൊരു സ്ത്രീ വണ്ടിക്കകത്ത് ഇറങ്ങി വന്നിട്ട് എന്ത് പറ്റിയെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു വണ്ടി സ്റ്റാർട്ടാകുന്നില്ല പറഞ്ഞു. അപ്പോൾ അവർ ചോദിച്ചു, അവർ ഭയങ്കരമായിട്ട് കയർത്തു. അവർ പറഞ്ഞു നിനക്കെന്നെ ഹസാർഡ് ലൈറ്റ് ഇടുന്ന ബോധമില്ലേ, അങ്ങനെ ഇങ്ങനെയാണെന്ന് ചോദിച്ചു. വണ്ടികൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുമല്ലേ എന്ന് പറഞ്ഞു, വഴക്ക് പറഞ്ഞു. അങ്ങനെ വളരെ ഇതായിട്ട് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു സോറി മാം, ഞാൻ പെട്ടെന്ന് ഓർത്തില്ല, ഞാൻ സ്റ്റാർട്ടാകുമെന്നാണ് വിചാരിച്ചത്. അത് കഴിഞ്ഞിട്ട് സ്റ്റാർട്ടാകുന്നില്ലെന്ന് കണ്ടിട്ടാണ് ഞാൻ ഹസാർഡ് ലൈറ്റ് ഇട്ടതെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞിട്ട് അവരങ്ങ് പോയി, അവർ വണ്ടി എടുത്ത് പോയി. അത് കഴിഞ്ഞ് ഞാനിങ്ങനെ, അപ്പോൾ നമുക്ക് ഭയങ്കര ടെൻഷൻ, ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്. നമുക്കിങ്ങനെ 3-4 വരി വണ്ടികൾ പോയിക്കൊണ്ടിരിക്കുന്നു. വണ്ടി ഓൾറെഡി എല്ലാം ബ്ലോക്കായി, എല്ലാ ലൈനും ബ്ലോക്ക് ആകുവാണ്. കാരണം റൈറ്റിൽ ലെഫ്റ്റിലൊക്കെ കയറുന്ന ലൈന് മെർജ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഉണ്ട്. എല്ലാ വണ്ടികൾക്കും നമ്മുടെ വണ്ടി ബ്ലോക്കായിപ്പോയി. അപ്പം ആ ഒരു ലൈനിൽ കൂടെ പിന്നെ എല്ലാവരും അവിടെ ഇവിടെ എല്ലാം വണ്ടി മാറി പോകുന്നതുകൊണ്ട് എല്ലാവർക്കും ആ ഒരു കൺജഷൻ അവിടെ അനുഭവപ്പെട്ടു. അപ്പോൾ ഞാനങ്ങനെ കിടക്കുമ്പോൾ ഞാൻ പിന്നെ റോഡ് സർവീസിന് വിളിക്കുവാണ്. അപ്പോഴത്തേനും വേറൊരു വണ്ടിക്കകത്ത് ഒരു 3-4 പേര് വളരെ ഹാപ്പിയായിട്ട് ജോളിയായിട്ട് പാട്ടൊക്കെ പാടി വരുന്ന കുറേ ആൾക്കാർ വന്ന്. അപ്പോൾ അവർ ചോദിച്ചു, ഹേ ലേഡി എന്ത് പറ്റി, എന്തെങ്കിലും ഹെൽപ്പ് വേണമെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞു ഈ വണ്ടി ഒന്ന് സൈഡ് സ്ട്രീറ്റിലേക്ക് കയറ്റിയിടാൻ പറ്റുവാണെങ്കിൽ ഉപകാരമായിരുന്നു, വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞു. അപ്പോൾ ഉടനെ അവർ പറഞ്ഞു ഓക്കെ വെയിറ്റ് എന്ന് പറഞ്ഞിട്ട് അവർ പോയി അവരുടെ വണ്ടി സൈഡിലോട്ടാക്കി സൈഡ് സ്ട്രീറ്റിലോട്ട് കയറ്റിയിട്ടിട്ട് അവർ എല്ലാവരും കൂടെ ഇറങ്ങി വന്നു. 5-6 ആണുങ്ങളുണ്ടായിരുന്നു. എല്ലാവരും കൂടെ വന്നു, വണ്ടി തള്ളി സൈഡ് സ്ട്രീറ്റിലോട്ട് കയറ്റി ഇടുന്ന സമയത്ത് അവിടെ ഒരു ഏഷ്യൻ ലുക്കുള്ള വേറൊരു പുള്ളി ഉണ്ടായിരുന്നു. ആ പുള്ളിയുടെ വണ്ടിയായിരുന്നു അവിടെ മുമ്പിൽ കിടന്നത്. അപ്പം അയാൾ കാണുന്നുണ്ട് നമ്മൾ വണ്ടി തള്ളിക്കൊണ്ട് വരുന്നതൊക്കെ ഇയാൾ കാണുന്നുണ്ട്. പക്ഷേ അയാളുടെ വണ്ടി അവിടെ സ്റ്റോപ്പ് ചെയ്തിട്ട് അയാളങ്ങ് പോയി. അപ്പം ഇവർ പറഞ്ഞു ആ വണ്ടി കുറച്ചും കൂടെ മുമ്പോട്ട് ഇടുമായിരുന്നെങ്കിൽ നമുക്ക് എളുപ്പമുണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അവർ ചോദിക്കാൻ പോയില്ല അയാളുടെ മാറ്റിയിടാവുമെന്ന്. പക്ഷേ എന്നിട്ട് ആ വണ്ടിയുടെ പുറകിൽ തന്നെ കൊണ്ടുപോയിട്ടു. അധികം ഇടയില്ലായിരുന്നു, കൺജസ്റ്റഡ് ആയിരുന്നു സ്റ്റില്ല്. പക്ഷേ സൈഡ് സ്ട്രീറ്റ് ആയതുകൊണ്ട് അത്രയും വലിയ ബ്ലോക്ക് വരില്ല. അങ്ങനെ പിന്നെ ആ വണ്ടി അവിടെ ഇട്ട് തന്നു. അങ്ങനെ ഞാനവർ താങ്ക്സൊക്കെ പറഞ്ഞു. അവർ വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടെന്ന് വെച്ചില്ലെന്ന് പറഞ്ഞു. എല്ലാവരും തന്നെ ഒരുമാതിരി എല്ലാവരും തന്നെ വെള്ളത്തിലുമായിരുന്നു. എല്ലാം കുടിച്ചിട്ടൊക്കെ ആയിരുന്നു. അവർ എന്തോ പരിപാടി കഴിഞ്ഞിട്ട് വരുന്ന എന്തോ ആയിരുന്നു. അപ്പോൾ എന്താണെങ്കിലും അവരെന്നെ ഹെൽപ്പ് ചെയ്തു. എന്നിട്ട് അവർ ചോദിച്ചു വേറെ എന്തെങ്കിലും ആവശ്യമുണ്ട്. ഞാൻ പറഞ്ഞു ഇല്ല, റോഡ് സർവീസ് വിളിച്ചിട്ടുണ്ട്, അപ്പോൾ അവർ വരും എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ താങ്ക്സൊക്കെ പറഞ്ഞ് അവർ പോയി. അത് കഴിഞ്ഞിട്ട് ഞാനവിടെ വെയിറ്റ് ചെയ്യുമ്പം ഇവിടെ ഇങ്ങനെ ഈ മെക്കാനിക്ക് അല്ലെങ്കിൽ ഹാൻഡിമാനൊക്കെ നടക്കുന്ന അവരുടെ ഫുൾ സെറ്റ് ടൂൾസോട് കൂടിയാണ് നടക്കുന്നത്. അവരുടെ ലാഡറും അതുപോലെ ബാക്കിയുള്ള കസാരയും കാര്യങ്ങളെല്ലാം അവരുടെ വാനിനകത്തുണ്ടാവും. അപ്പോൾ അങ്ങനെ ഒരു വ്യക്തി വന്നു. വണ്ടി ഇങ്ങനെ ഞാനിപ്പോൾ ഹസാർഡ് ലൈറ്റ് അന്നേരം ഇട്ടൊക്കെ, കാരണം റോഡ് സർവീസ് വിളിക്കുമ്പോൾ സൈഡ് സ്ട്രീറ്റ് ആയതുകൊണ്ട് വലിയ വെട്ടമൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് കാണാവില്ലെന്ന് ഓർത്തുകൊണ്ട് ഹസാർഡ് ലൈറ്റ് സ്റ്റില്ല് ഓണായിരുന്നു. അപ്പോൾ അയാൾ വന്നിട്ട് ചോദിച്ചു എന്ത് പറ്റി, എന്തെങ്കിലും ഹെൽപ്പ് വേണോ എന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, വണ്ടി സ്റ്റാർട്ടാകുന്നില്ലെന്ന് പറഞ്ഞു. അയാൾ വന്ന് കുറേ കാര്യങ്ങളൊക്കെ നോക്കിയിട്ട് അയക്കാൻ പറ്റിയില്ല. അപ്പം പറഞ്ഞു എന്തോ സ്കാനിങ്ങിൻ്റെ സ്കാനിൻ്റെ എന്തോ കുഴപ്പമാണെന്ന് തോന്നുന്നു എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞ് അയാൾക്ക് ഹെൽപ്പ് ചെയ്യാൻ പറ്റില്ല, വേറെ എന്തെങ്കിലും ആവശ്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് അയാളും പോയി. അത് കഴിഞ്ഞിട്ട് ഒരു ഇന്ത്യക്കാരൻ, ഹിന്ദിക്കാരനായിരുന്നു. പുള്ളി ഫുഡ് ഡെലിവറി ചെയ്യുന്ന വ്യക്തിയായിരുന്നു. അപ്പം പുള്ളി വന്നിട്ട് എന്നോട് ചോദിച്ചു എന്തെങ്കിലും ആവശ്യമുണ്ടോ, എന്ത് പറ്റി എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞില്ല, കുഴപ്പമില്ല, റോഡ് സർവീസ് വരുമെന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും തന്നെ എന്നെ ഹെൽപ്പ് ചെയ്യാൻ നോക്കിയായിരുന്നു. അങ്ങനെ പക്ഷേ ആദ്യത്തെ ഒരു വ്യക്തി ആ ഒരു ഡിഫറൻസ്, ആളുകളിലുള്ള ഒരു ഡിഫറൻസ്, മെൻറ്റാലിറ്റി ഡിഫറൻസ്, അയാൾ കാണുന്നുണ്ട് ഈ വണ്ടി തള്ളിക്കൊണ്ട് വരുന്ന അവിടെ ഇട കുറവാണ്, മറ്റു വണ്ടികൾക്ക് കയറിപ്പോകാൻ ഇടയില്ല, അയാളുടെ വണ്ടിയുടെ മുമ്പിൽ കൂടെ ഈ വണ്ടി കയറി പോകില്ല എന്നറിയാം. എന്നിട്ടും അയാൾ ആ വണ്ടി അവിടെ തന്നെ നിർത്തിയിട്ട് ഇറങ്ങിപ്പോയി വണ്ടിക്കകത്തുനിന്ന്. അപ്പോൾ ഈ വണ്ടി തള്ളി തന്നവരും പറഞ്ഞു അവന് വണ്ടി കുറച്ചും കൂടി മുമ്പോട്ടിട്ട് വരാൻ നമുക്ക് സൗകര്യം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു. പക്ഷേ അയാളോട് പറയാൻ പോയില്ല. അങ്ങനെ നമ്മുടെ സമൂഹത്തിൽ നമുക്ക് ഡിഫറെൻറ്റ് മെൻറ്റാലിറ്റി ഉള്ള ആളുകളെ കാണാൻ പറ്റും. അപ്പം ഞാൻ പറയാൻ വന്നതല്ല, നമ്മളെപ്പോഴും ഓസ്ട്രേലിയയിൽ ആണ് അല്ലെങ്കിൽ വിദേശത്തെല്ലാം ഒത്തിരി എന്താ പറയണേ, ഡിസ്ക്രിമിനേഷൻ എപ്പോഴും അനുഭവിക്കുന്ന ഒരു സ്ഥലത്ത് ഡിസ്ക്രിമിനേറ്റീവ് ആയിട്ടുള്ള ഒത്തിരി അനുഭവങ്ങൾ നമുക്ക് ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അതിനെല്ലാം വകവെച്ച് നോക്കുമ്പോൾ അതിനെ കഴിഞ്ഞൊക്കെ ധാരാളമായിട്ട് ഒത്തിരി ആളുകൾ നമ്മെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുന്ന ഒത്തിരി ആളുകൾ, അല്ലെങ്കിൽ ഹെൽപ്പിംഗ് മെൻറ്റാലിറ്റി ഉള്ള ഒത്തിരി ആളുകളും നമ്മുടെ ഇടയിലുണ്ട്. അപ്പോൾ അത് നമ്മൾ എപ്പോഴും അപ്രീഷിയേറ്റ് ചെയ്യണം. പിന്നെ നമ്മൾ റേസിസ്റ്റ് ആയിട്ടുള്ളവർ റേസിസ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും, കാരണം അവർക്ക് ആ ഒരു മെൻറ്റാലിറ്റിയാണ്, അവർ ആ ഒരു സ്റ്റേജിലാണ്, അവരുടെ ആ മെൻ്റൽ സ്റ്റേറ്റും അതുപോലെ അവരുടെ വളർന്നു വന്ന സാഹചര്യങ്ങളും അവരുടെ മെൻറ്റാലിറ്റിയും എല്ലാം അങ്ങനെയാണ്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളുമുണ്ട്. പക്ഷേ എപ്പോഴും നമ്മൾക്ക് ചുറ്റും ഒത്തിരി നല്ല മനുഷ്യരുണ്ട്.
ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ അങ്ങനെ ഹെൽപ്പ് ചെയ്ത എല്ലാവരെയും നമുക്ക് സ്നേഹത്തോടും സന്തോഷത്തോടും ഒക്കെ ഓർക്കുകയും അവർക്കൊക്കെ വേണ്ടി പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാം. എല്ലാവർക്കും എല്ലാവിധ ഈശ്വരാനുഗ്രഹങ്ങളും ഉണ്ടാകട്ടെ എന്ന് സ്നേഹത്തോടെ ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.